കാരണം അവർ ഞങ്ങളോട് പറഞ്ഞു മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മളിവിടെ താമസിക്കാൻ പോവാണെന്നൊക്കെ, നമ്മളെ റൂമാണ് ഇവിടെ. നമ്മൾ ഹൈക്ക് ചെയ്ത് വന്നപ്പോൾ അതാ അവരിവിടെ കുളി തുടങ്ങി. അയ്യോ അടിപൊളി, ഒരു രക്ഷയില്ല കേട്ടോ. അപ്പൊ കണ്ടില്ലേ ആരാ വന്നത്, നമുക്ക് പുതിയ ടെന്റായിട്ട് ഇവിടെ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഫ്രം ഋഷികേശ്. അപ്പൊ നമ്മൾ രണ്ടാമത്തെ ദിവസം മോർണിംഗ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ സീക്രട്ട് വാട്ടർഫോളാണ്. ഇത് ഇവിടെ സീക്രട്ട് ഒന്നല്ല, പക്ഷെ എന്റെ പേര് അങ്ങനെ ചിലപ്പം പണ്ട് സീക്രട്ട് ആയിട്ടുള്ള ഫോൾ ആയിരിക്കണം, അതുകൊണ്ടായിരിക്കണം ഇപ്പം സീക്രട്ട് ആയത്. ലെറ്റ്സ് സീ ഹൗ ദിസ് വാട്ടർഫോൾ വിൽ ബി. അപ്പൊ നമുക്ക് പൊളിക്കാം. കണ്ടില്ലേ പോകുന്ന വഴിക്ക് നല്ല ഗ്രാഫിറ്റി ആർട്ടൊക്കെ ഇവിടെ കാണാട്ടോ. നോയിക്ക് സീക്രട്ട് വാട്ടർഫോളിലേക്ക് പോകുന്ന വഴി എമാതിരി ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ്. ഇവിടെ നമുക്ക് ഏകദേശം ഒരു 2 കിലോമീറ്റർ നടന്നു പോകണം കേട്ടോ, എന്നാലാണ് നമ്മൾ നമ്മുടെ വാട്ടർഫോളിൽ എത്താം. ഇത് എങ്ങനെ കയറ്റാണ്. Beautiful big rock, and you can see these big trees just hugging the rock and growing. It's amazing to look at. The roots are getting like from as low as the bottom of the rock. It's amazing, man. How life grows. ഇതാണ്ടില്ല ഇവിടെ ഒരു കട ഒക്കെ ഉണ്ട് കേട്ടോ. ചെറിയ വാട്ടർഫോൾ. ചെറിയ വാട്ടർഫോൾ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ഒക്കെ നമുക്ക് കാണാം. ഇത് ആഹാ എന്നാ ഭംഗിയാന്ന് നോക്കിയേ, കാണുന്നുണ്ടോ? അപ്പൊ ഇവിടെ കണ്ടില്ലേ സ്വിമ്മിംഗ് പൂൾ ചാർജ് 100 രൂപ പെർ ഹവർ. ഇവിടെ നമുക്ക് നോക്കി നോക്കാം എങ്ങനെ ഉണ്ട് വരെ സ്വിമ്മിംഗ് പൂൾ എന്നുള്ളത്. ഇവിടെ ഏതൊരു ഹോം സ്റ്റേ ആണ് തോന്നുന്നത്. എങ്ങനെ കേട്ടോ ഇവിടുത്തെ ഈ പാലുള്ളത്. ആഹാ നോക്കിയൊരു വുഡൻ ബ്രിഡ്ജാണിത്. അപ്പോൾ ഇവിടുത്തെ പൂൾ ഇതാണ്. ഈ തണുപ്പത്തൊന്നും ആരും പൂളിലൊന്നും ഇപ്പം ഇറങ്ങുന്നില്ല. ഞാൻ വന്നപ്പോൾ ഇങ്ങനെ കാണിച്ചു തന്നുള്ളൂ. ഇവിടെ ചൂടൊക്കെ ആകുമ്പോഴാണ് ഇവിടെ ആൾക്കാർ പൂളിൽ ഇറങ്ങാം. അല്ലാണ്ട് ഈ തണുപ്പത്ത് ഇപ്പം ആർക്കും അത്രയും എന്താ പറയുക പൂളിൽ ഇറങ്ങണമെന്നുള്ള താല്പര്യമൊന്നും ഉണ്ടാവാറില്ല. അതെ ഇവിടെ കണ്ടില്ലേ. ഓ മുകളിലേക്ക് പോകുന്നതോറും സെറ്റ് വ്യൂ ആട്ടോ. കുറച്ച് കയറ്റുണ്ട് എന്നുള്ള പ്രശ്നമുള്ളൂ, അല്ലാണ്ട് വലിയ സീനൊന്നുമില്ല. എൻ്റെ അമ്മ എത്ര മുകളിൽ നിന്നാ വരുന്നത് നോക്കിയേ. വെള്ളം ഇങ്ങനെ ഒലിച്ച് വരുന്നുണ്ടോ ഇവിടെ. ആഹാ വൈ കാണിച്ചോണ്ടടാ, വൈ കാണിച്ചോണ്ടാ. രാസ്ത ദിക്കാവോ, ചലോ ആകെ ചലോ. എന്നിട്ട് എല്ലാ മൗണ്ടൈൻ്റെ മുകളിൽ ഓരോ പട്ടികൾ ഉണ്ടാവുമല്ലോ, ഇതേമാതിരി വഴി കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. നല്ല ഇണക്കല്ലേ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വഴിയാട്ടോ. ത്രൂ ഔട്ട് മുകളിൽ വരെ എല്ലാ സ്ഥലത്തും നല്ല കിടിലം വാട്ടർഫോൾസ് ആണ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുക. 2 കിലോമീറ്റർ നടക്കുന്നൊന്നും അറിയില്ല. അയ്യോ ഇപ്പം മനസ്സിലായി ഇതിന് എന്തുകൊണ്ടാണ് സീക്രട്ട് വാട്ടർഫോൾ എന്ന് വിളിക്കുന്നത്. 2 കിലോമീറ്റർ കുത്തനെ കയറാൻ പറ്റുന്ന ആളുകൾ വേണ്ടേ. പകുതിയിൽ നിന്ന് ഇട്ട് പോയി കഴിഞ്ഞാൽ ആൾക്കാർ കാണൂലല്ലോ. അപ്പം അതുകൊണ്ടായിരിക്കും മുകളിൽ സീക്രട്ട് വാട്ടർഫോൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വരുമ്പോഴും നല്ല ഫിറ്റായിരിക്കുക. ഇതേമാതിരി വാക്ക് ചെയ്തിട്ട് മുകളിലേക്ക് പോകണം. ത്രൂ ഔട്ട് നല്ല കിടിലം കാഴ്ചകളാണ്. കമോൺ ഗായ്സ്, നമുക്ക് ഇനിയും ബാക്കോട്ട് ഇങ്ങനെ വേണ്ടില്ലേ. വണ്ടിയൊക്കെ കൊണ്ടുവരാൻ ഇവിടെ നിർത്തട്ടോ. ഞാൻ വിചാരിച്ച് വണ്ടി ഇവിടെ വരില്ല. എന്താ ഇവിടെ ഒരു പാർക്ക് ചെയ്തിട്ടുണ്ട്, ലാസ്റ്റ് പാർക്കിംഗ് ആണ്. കുറച്ച് നടന്നാൽ മതി ഇവിടുന്ന്. വാ കണ്ടില്ലേ ഇവിടെ ആളുകളൊക്കെ ഇരുന്ന് ഫോട്ടോഗ്രാഫി ഒക്കെ ചെയ്യുന്നത്. This is supposed to be a secret waterfall. As you can see, it's beautiful, but some of the other tourists told us that we should go further up, and it's a secret waterfall. So we're gonna go that way. കണ്ടില്ലേ ലാസ്റ്റ് പാർക്കിംഗ് എന്ന് കാണിച്ചിട്ടും കയറ്റി പോവാണ്. 2000 രൂപ ഫൈൻ എന്നൊക്കെ ഉണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്, പക്ഷെ അറിയില്ല എന്താവുന്നുള്ളത് വരുത്.
ഹലോ എന്താ പരിപാടി പോയി കാണിച്ചോ? Where's the waterfall? Dude. Waterfall, dude. Doesn't know. അപ്പം കണ്ടില്ലേ ഈ കയറ്റം ഒന്ന് ഇവിടെ ആയിപ്പോയപ്പോൾ ഇവിടെ R15 ഇവിടെ വെച്ചിട്ടുണ്ട്. വലിയാത്തതിനെ കൊണ്ടാണ് തോന്നുന്നത്, കാരണം അടി തട്ടെങ്ങാണ്ട് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ R15 ഉള്ള ഫ്രണ്ടിന് ഈ വീഡിയോ അയച്ചു കൊടുത്താണ്ടി. ऊपर कुछ है वो अच्छा बोलो ऊपर कुछ था ऊपर कोई नहीं घर है. ആഹാ നമ്മൾ സീക്രട്ടിൻ്റെ മുകളിൽ സീക്രട്ട് തരാൻ നോക്കി, പക്ഷെ നമ്മൾ ശശിയായി. അയ്യോ ഇവിടെ വാട്ടർഫോളൊന്നും ഇല്ല. വഴി തെറ്റിയതാണോ ഒന്നും അറിയില്ല. താഴത്ത് പോയി നോക്കട്ടെ. വേറെ നമ്മൾ പോയ തെറ്റിയ വഴി ഇതായിരുന്നു ഇത്ര ശരിയായ വഴി. മുകളിലേക്ക് പോവാ. കമോൺ. കണ്ടില്ലേ ഇങ്ങനെ ഇറങ്ങിയതാ, ഇങ്ങനെ താഴത്തേക്ക് പോകണം. പിന്നെ അവിടാണ് നമ്മുടെ വാട്ടർഫാൾ ഉള്ളത്. എൻ്റെ അമ്മേ നമ്മൾ വന്നതിനെക്കാട്ടി അഡ്വഞ്ചറാട്ടോ ഈ വഴി. അയ്യോ നമ്മൾ ഓൾമോസ്റ്റ് ഇവിടെ എത്തിയിട്ടോ. അയ്യോ ഇതേ ആഹാ അടിപൊളി കേട്ടോ. നോക്കിയേ നൈസ്. കണ്ടില്ലേ ഒരുപാട് ഫോറിനേഴ്സൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. കാരണം ഋഷികേശിലേക്ക് നോർമൽ ആൾക്കാരെക്കാട്ടി കൂടുതൽ ഫോറിനേഴ്സാണ്. വാട്ട് വി ഫൗണ്ട്? അതെ കരിയപ്പ്. ഇതാ ഇവിടെ ആഹാ നല്ല വൈൽഡിൽ കേട്ടോ കരിയപ്പ്. നോക്കിയേ ഇവിടെ ഒരുപാടുണ്ട്. ഈ ഭാഗത്തൊക്കെ കരിയപ്പാണ്. പകടോ ആഹാ ആ മണം. ഓ ആഹാ നോർത്തിൽ വന്നതിന് ശേഷം കരിയപ്പൊക്കെ ഇവിടെ ഭയങ്കര കുറവാട്ടോ. Are you sure it's curry leaves? Yes, I can smell it. Right? No, your reaction says otherwise. No, it is. Nostalgia hits me. ഒരു മിനിറ്റ്, ഒരു കുഞ്ഞു കാര്യം പറയാനുണ്ട്. ഞങ്ങളെ ഹാൻഡ് മെയ്ഡ് പ്രൊഡക്ട്സ് വിറ്റ് 6 ലക്ഷം സമ്പാദിച്ചാണ് ഇന്ത്യയിൽ നിന്നും സിംഗപ്പൂർ വരെ ഞങ്ങൾ സൈക്കിൾ ചവിട്ടി പോകാൻ പോകുന്നത്. ഒരു 500 കലണ്ടർ ചലഞ്ച് ഞങ്ങൾ റീസെന്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ കലണ്ടറിൽ കൊടുത്തിട്ടുള്ളത് 6 വർഷം ഇന്ത്യയിലും നേപ്പാളിലും യാത്ര ചെയ്തപ്പോൾ ഞാൻ പകർത്തിയ ചിത്രങ്ങളാണ്. ഈ 500 കലണ്ടറുകൾ വിറ്റാലാണ് നമുക്ക് ഇന്ത്യ ടു സിംഗപ്പൂർ റൈഡിന് വേണ്ടിയുള്ള പുതിയ സൈക്കിൾ വാങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ റൈഡ് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കലണ്ടർ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എന്നാ പിന്നെ നിങ്ങൾ ബാക്കി വീഡിയോ എൻജോയ് ചെയ്തോളൂ. നമ്മൾ വിചാരിച്ചു ഇനിയും ഫർദർ മുന്നോട്ട് പോവാന്ന്. എത്രത്തോളം ഉണ്ട് നോക്കാലോ ഇവിടെ. ഇവിടെ വാട്ടർഫോൾ ആട്ടോ ഫുൾ. ഇതിനുള്ളിൽ കൂടെ ഹൈക്ക് ചെയ്ത് പോകണം. അയ്യോ എൻ്റെ അമ്മേ, അയ്യോ സീനാട്ടോ. ആ കം ഓൺ. So, tell them what happened. Someone cheated us, guys. Actually, when we were going the other way, Huh. these farmers told us that we cannot go there and like nothing is up there. They're just looking for their residence. Yeah. And we came back down and we came this way up, like the other way up. And then we saw these same people come from some secret route. They were keeping it from us. Ade. And we had to take this difficult
അതെ ഒരുമാതിരി hijack the pool. കണ്ടില്ല ഈ സ്ഥലം മൊത്തം ഇവരെടുത്താഞ്ഞിട്ടോ. നമ്മൾ ഇവിടെ നമ്മൾ പോകാൻ വിചാരിച്ചത് ഒരുമാതിരി നമ്മൾ അവരുടെ മുന്നിലെത്തിയപ്പോഴേ ഒരുമാതിരി അണ്ടി കട്ട അണ്ണാണ്ട മയിലായിരുന്നു ഇവരുടെ മുഖം പിടിച്ചേ. കാരണം അവർ ഞങ്ങളോട് പറഞ്ഞു മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മളിവിടെ താമസിക്കാൻ പോവാണെന്നൊക്കെ, നമ്മളെ റൂമാണ് ഇവിടെ നിന്ന്. നമ്മൾ ഹൈക്ക് ചെയ്ത് വന്നപ്പോൾ അതാ അവരിവിടെ കുളി തുടങ്ങി ഈ ഒരു സ്ഥലത്ത്. അപ്പം ആ മുഖഭാവം കാണുന്നില്ല, ഒരുമാതിരി അണ്ടി കട്ട അണ്ണാണ്ട മയിലായിരുന്നു അവിടെ. എന്തായാലും പോട്ടെ, നമുക്ക് താഴത്തേക്ക് പോവാം, നമുക്ക് നമ്മളുടേതായ സ്പോട്ട് നോക്കാം. നമ്മളിവിടെ എത്തിയത് നോക്കിയേ, അയ്യോ അടിപൊളി ക്രിസ്റ്റൽ ക്ലിയർ വെള്ളത്തിലാണ്. ആഹാ കമോൺ. നല്ല തണുപ്പാണ്, രക്ഷയില്ല തണുപ്പാ. worth hiking every step. അയ്യോ അടിപൊളി, ഒരു രക്ഷയില്ല കേട്ടോ. കണ്ടില്ലേ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകി വരുന്ന മുകളിൽ നിന്നും. അടിപൊളി. വേറൊരു കാര്യം പറഞ്ഞത്, നമ്മുടെ ഗംഗയിൽ ഇങ്ങനെ കുളിച്ചപ്പോൾ നമുക്ക് ബാക്കിലൊക്കെ നീടിൽ ഇങ്ങനെ കുത്തുന്ന മാതിരിയാണ് നമുക്ക് തോന്നിയത്. പക്ഷെ ഇവിടെ അതിന് വേണ്ടിയിട്ടൊരു സീനും ഇല്ല, മീൻസ് നോർമൽ വെള്ളം മാതിരിയാണ് ഫീൽ ആവുന്നത്. അധികം തണുപ്പ് ഒന്നുമില്ല കേട്ടോ, ഇതിൽ ഈസി ആയിട്ട് കുടിക്കും. പക്ഷെ നമ്മൾ തല കഴുകാനും കാര്യങ്ങളും ഒന്നും കൊണ്ടുവന്നിട്ടില്ല, അതുകൊണ്ടാണ് കുളിക്കാൻ പറ്റും. നമുക്ക് വേണം അതിനായിട്ട് ഒരു ദിവസം എക്സ്ട്രാ ആയിട്ട് വരാൻ മതി. ഓ കിടിലം. What do you want to say? I love it. So good. It's a bit cold, but it's nice, great. But not that cold as Ganga. നമ്മൾ ഇന്നലെ ഗംഗ കുളിച്ചില്ലേ, അതൊരു രക്ഷയില്ലാത്ത തണുപ്പാണ്. ഇതിൽ കുറച്ചും കൂടി ബെയറബിൾ ആണ്. മറ്റേ ഗംഗയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീസിങ് കോൾഡ് വെള്ളമായിരുന്നു അങ്ങനെ വരുന്നത്. എന്നാലും അടിപൊളി, നല്ല കിടിലൻ ഡെസ്റ്റിനേഷനാണ്. നിങ്ങൾ ആരെങ്കിലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ, ഋഷികേശിൽ വരുന്നുണ്ടെങ്കിൽ ഡെസ്റ്റിനേഷൻ എന്തായാലും മിസ് ചെയ്യരുത്. കാരണം ഞാനും വിചാരിച്ച് സീക്രട്ട് വാട്ടർഫോൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ അത്രേ ഉള്ളൂ എന്ന്. മീൻസ് പക്ഷേ ആ ഹൈപ്പിനുള്ളതിനെക്കാട്ടി മുകളിലുണ്ടോ, കാരണം എൻലെസ് ആണ്. ഇത് എത്രത്തോളം മുകളിലേക്ക് പോകുന്നു അത്രത്തോളം അങ്ങനെ മുകളിലേക്ക് പുതിയ സാധനങ്ങൾ, പുതിയ വാട്ടർഫോൾ, ഇതേമാതിരി വാട്ടർ ബെഡ് ഒക്കെ നിങ്ങൾക്ക് കണ്ടുകൊണ്ട് നിൽക്കാം മുകളിലേക്ക് പോകുന്നത്. അപ്പം വന്നു കഴിഞ്ഞാൽ കൂടുതൽ എക്സ്പ്ലോർ ചെയ്തിട്ട് ഈ വഴി അങ്ങനെ ഈ വാട്ടർഫോളിന് എന്താ പറയുക സൈഡിലുള്ള വഴിയിലൂടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ മുകളിൽ നല്ല നല്ല കിടിലൻ സ്പോട്ടുകളിലെത്തും. നമ്മുടെ വരാം, അടിച്ചു പൊളിക്കുക. പിന്നെ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ വീഡിയോ ഉണ്ടാക്കുന്നത്, പൊളിക്കണം. കണ്ടില്ലേ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഹൈക്കൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ വേണ്ടത് അവരവിടെ നിന്നിട്ട് കുളിക്കുക ചെയ്യാം. അങ്ങനെ ഇവരെ കുളിച്ച് കഴിഞ്ഞിട്ട് ഇവരെ ഇരിക്കുകയാണ്. പിന്നെ ഇതേമാതിരി കണ്ടില്ലേ വെള്ളം ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ മുകളിലേ താഴത്തേക്ക് വരും. How are you enjoying the hike? Where are you from? Switzerland. Oh, great. കണ്ടില്ല ആൾക്കാർ പല. Yeah, you can go. Like, there you will get much better bed, water bed there. Yeah. You can have a dip also. You can. Oh, കണ്ടില്ലേ ഇതേ മാതിരി. Damn. Crazy bro, crazy. I had the time of my life, everyone. I loved the waterfall. I stayed in it so long, like even just staying beside it, it was so spiritual. Yeah. It was amazing. It was great. Like I think I needed this really. Like I just sat beside it, wrote something, and then I went into the waterfall and just enjoyed the
texture of the stones on my feet. Just amazing. Like, ooh, I want to come again. മനസ്സ് തട്ടി പറയാട്ടോ, അടിപൊളി അടിപൊളി. So happy. So every day we are having great fun at Rishikesh. Yeah, Right? it's an amazing place. Now we know why people come here. Yeah. അടിപൊളി. അപ്പോൾ നമുക്ക് Definitely worth it. താഴത്ത് ബിസ്ക്കറ്റ് കഴിച്ച് താഴത്തേക്ക് ഇറങ്ങാം. കുറച്ച് ഇനിയിപ്പോൾ ഇറങ്ങി പോകണം, 2 കിലോമീറ്റർ ഇറങ്ങി പോകണം. ഇവരൊക്കെ ഇതിൽ വെള്ളത്തിൽ കുളിക്കാൻ വേണ്ടി വന്നവരാണ്. ഭയങ്കര തിരക്കാണ് ഇവിടെ. കണ്ടില്ലേ, ഇതാണ് കയറി ചെല്ലുമ്പോഴുള്ള സീക്രട്ട് വാട്ടർഫോൾ. അപ്പം നിങ്ങൾ ഇവിടെ നിന്ന് നിൽക്കുക. ഇത് വളരെ നോർമലാണ്, ബേസിക് ആയിട്ടുള്ള വാട്ടർഫോളേ ഇവിടെ ഉള്ളൂ. കണ്ടില്ലേ, നിങ്ങൾ വരാണെങ്കിൽ മുകളിലേക്ക് തന്നെ പോവാം. കുറച്ച് ഹൈക്ക് ചെയ്യണമെന്നുള്ളൂ, പക്ഷെ ഹൈക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുതൽ അവിടെ വരുന്നത് വരുമ്പം റൈറ്റ്. ഇവിടെ ചൂടാണത്രേ. കണ്ടില്ല, ഇങ്ങനെ ഒരു ഷവറും ഇതൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ വരാണ് നിങ്ങൾക്ക് വണ്ടിയൊക്കെ വരാം. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ 2 വീലറിൽ ഈസി ആയിട്ട് ഇവിടെ എത്തും. പക്ഷെ ഇവിടുന്ന് ക്ലൈംബ് ചെയ്ത് നിങ്ങൾ പിന്നെ കയറി പോകണം. അപ്പോഴാണ് നിങ്ങൾക്ക് ദ ബെസ്റ്റ് ആൻഡ് ബെസ്റ്റ് വ്യൂ കിട്ടുക. അടിപൊളി, ഒരുപാട് സന്തോഷം. കണ്ടില്ല, ഇത്ര നല്ല സ്ഥലങ്ങളാണ് ഇവിടെ. ഞാൻ അത്രയും പ്രതീക്ഷിച്ചു കേട്ടോ. ഞാൻ ടൂറിസ്റ്റിക് സ്പോട്ടായിരിക്കും, മെയിൻ എല്ലാത്തിനും പ്ലാസ്റ്റിക്കും ഇതൊക്കെ ആയിരിക്കും. പക്ഷെ ഒരു എന്താ പറയുക, നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടി ഡബിൾ അല്ല ട്രിപ്പിൾ ആയിരുന്നു നമുക്ക് കിട്ടിയത്. കണ്ടില്ലേ, ഇവിടെ നിന്നും കണ്ടൊരു ബട്ടർഫ്ലൈ ആണ് നിലത്ത് വീണ് കിടക്കുകയാണ് കേട്ടോ. എന്തോ ഒരു അപകടം പറ്റിയിട്ട് ജീവൻ ഉണ്ടായിന്. പറന്നുപോയി. വീണ്ടും അവിടെ പോയിരിക്കുവോ? അവിടെ നിന്ന് നമുക്ക് കിട്ടിയത്. Another one rescued? Yes. At least didn't die coming under some vehicle's tire. ഞങ്ങളത് അണ്ട വാങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇവിടുത്തെ കുക്ക് ചെയ്യുന്നതായിരിക്കും. അതെ, ഉണ്ടാക്കുകയാണ് നമ്മൾ. നമുക്ക് പ്രോട്ടീൻ ആവശ്യമാണ്. വെറും പാക്കറ്റ് ഫുഡ് കൊണ്ട് നടക്കില്ല നമ്മുടെ കാര്യങ്ങളും. സ്ക്രാമ്പിൾഡ് എഗ്ഗാണ് കേട്ടോ നമ്മുടെ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം. വെറും 2 എഗ്ഗ് ഉണ്ടാക്കാൻ 1 മിനിറ്റ് ഹാർഡ്ലി വേണ്ട. ഞാൻ കഴിച്ചിരിക്കും, രക്ഷയില്ലാത്ത ടേസ്റ്റ് ആട്ടോ. അയ്യോ, ആഹാ, ചൂടും. ഇതില് റണ്ണിങ് യോക്കില്ല, ഇതിങ്ങനെ കുറച്ചിങ്ങനെ എടുക്കുക. എന്നിട്ട് തണുപ്പത്ത് അനദർ ലെവൽ. ഹലോ ഗായ്സ്, നമ്മൾ സ്റ്റോൾ ഇട്ടിട്ടുണ്ട്. കണ്ടില്ലേ, രാവിലെ എക്സ്പ്ലോറിങ്ങും വൈകുന്നേരം സ്റ്റോൾ ഇട്ടിട്ടുണ്ട്. എന്നും ഇന്നലത്തെ മാതിരി തന്നെ. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സീസണൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കാരണം യോഗ ഒരു മാസത്തെ എത്ര 200 hours യോഗ ക്ലാസ്. 200 മണിക്കൂറിൻ്റെ ഒക്കെ യോഗ ക്ലാസ് ഉണ്ടാവും ഒരു മാസത്തിൽ മൊത്തമായിട്ട്. അപ്പം അത് ഇന്നലെ ഫിനിഷ് ആയി. അപ്പം എല്ലാവരും എന്താ പറയുക, ഋഷികേശ് വിട്ട് പോയി തുടങ്ങി. നമ്മൾ റോങ് ടൈമിൽ അവിടെ അല്ല, നമുക്ക് മുന്നിൽ തന്നെ നോക്കിയാൽ മനസ്സിലാവും. ആകെ തിരക്കുള്ള ഈ ഋഷികേശ് ടൗണ് ഇതാണ് ഇപ്പോൾ അവസ്ഥ. അപ്പം നമ്മൾ റോങ് ടൈമിൽ അവിടെ എത്തിയത്. പക്ഷേ കുഴപ്പമൊന്നുമില്ല, നമ്മൾ എന്തായാലും വന്ന് നമുക്ക് നോക്കാനാണ്. നമ്മൾ ട്രയൽ റൈഡാണ്, നമുക്ക് എങ്ങനെ ഉണ്ടാവും നമ്മുടെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ. പക്ഷേ ഇന്ന് പറയാൻ വന്നത് വളരെ മോശമാണ്. എന്നാ മോശം. ടുഡേ ഈസ് ബാഡ് ഡേ കൈൻഡ് ഓഫ്. ബട്ട് പ്രശ്നമില്ല, നമുക്ക് നോക്കാം ബാക്കി കാര്യങ്ങളൊക്കെ. ബാക്കി നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് തരാം. കണ്ടില്ലേ, നമ്മുടെ ശേഷിയുള്ള ആൾക്കാരാണ് നമ്മുടെ പ്രൊഡക്ട്സ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. आपको पसंद कैसे लगा आपको? थैंक यू. അവരോട് കാര്യം പറഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടി കേൾപ്പിച്ചു തരാം. Actually
ये आप ना बहुत सही कर रहे हो, जो ये आप इन्वायरमेंट से शिक्षा ले रहे हो ना। किताबी शिक्षा ही जरूरी नहीं है लाइफ में ना, निकलते हो बाहर हर एक कदम पे आपको मिलेगा, आपको शिक्षक मिलेगा, आपकी प्रकृति आपकी शिक्षक है, आपसे आप हर एक छोटे बच्चे से भी मिल रहे हो ना, आप उसको भी, उससे भी आपको सीखने को मिलेगा। और बाहर निकलते हैं अलग अलग इन्वायरमेंट के लोग मिलते हैं, हर कोई आपको एक बुरा इंसान भी मिलेगा ना, वो भी उससे भी लगेगा कि हम उससे सीख रहे हैं हर एक चीज। तो ये बहुत जरूरी है। आप घूम रहे हो ना, सच में मेरी तो ब्लेसिंग्स है आपके साथ। थैंक यू सो मच। हम अपने टाइम पे नहीं घूम पाए, पर हाँ एक टाइम आएगा, भले चाहे ये चल के घूमना पड़े, पर घूमना है जरूर। बिल्कुल। थैंक यू देव। Oh, no, Kiki. Yeah, no. I already paid. You just give me the bill. വാള് കണ്ടില്ല, നമുക്ക് പിസ്സ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. Let's have. Which pizza is this? Nice. You like it? Is it your favorite? I like this. Oh, okay. It's one of the best pizzas I have ever had. So try it. It's nice. It's amazing. അടിപൊളി. Wow, നമ്മളെ പറ്റിനെക്കാട്ടി വലിയ പിസ്സാണോ? It's so good. We loved it. അടിപൊളി ട്ടോ. ഇത് ആളുടെ വൈഫ് ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പൊ നമ്മ ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ് പോസ്റ്റ് കാർഡ്സ്. ഋഷികേശത്തെ ഇതിന്റെ ബാക്കിൽ ആളുടെ ഐഡി ഉണ്ട്. ഇതാ ഗ്രീൻ ആനി, ഇതാണ് ആളുടെ. അടിപൊളി ട്ടോ. ഋഷികേശും മൊത്തത്തിൽ കിടലായിട്ടുണ്ട്. ആഹാ. അപ്പൊ കണ്ടില്ലേ ആരാ വന്ന് നമുക്ക് പുതിയ ടെന്റായിട്ട്. ഇവിടെ ആളുടെ ഒരു ടെന്റ് ഉണ്ട് കേട്ടോ ഇവിടെ, അത് നമുക്ക് കൊണ്ടുപോയി തരാണ്. ഓരോരോ മനുഷ്യന്മാരാണ്. നമ്മുടെ ടെന്റ് പൊളിഞ്ഞെന്ന് കണ്ടപ്പോളേ ആളായാലും ഉപയോഗിക്കുന്ന ടെന്റ് നമുക്ക് കൊണ്ടുപോയി വന്നാട്ടോ. രക്ഷയില്ല ആൾക്കാരൊക്കെ, വേണ്ടാന്ന് പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല. My heart is flooding with positive emotions. People so good, and he brought tent for us. He's such a nice person. Yes. Such a nice person. He didn't even think twice. Like he just went and came back with the tent. Yeah. Like the gem which we got from ऋषिकेश. आपको बना के पिलाता. नहीं दिक्कत नहीं. आज बहुत ठंडी हो रहे हैं, हम थोड़ा जल्दी रैप अप करें. नहीं थैंक यू. अभी हम उधर जाके थोड़ा गरम करेंगे. हाँ जी. हाँ. आज एक ही आया था. हाँ जी. ഗൈസ് നമ്മുടെ സെയിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് 150 റുപ്യൻ്റെ സെയിലാണ് ഉണ്ടായത്. ഇവിടെ ഒടുക്കത്തെ തണുപ്പാണ്. ഭയങ്കര ഇവിടുത്തെ റെസ്പോൺസ് ഭയങ്കര കുറവാട്ടോ. തീരെ അത്ര റെസ്പോൺസ് ഒന്നുമില്ല ഇവിടുത്തെ ആൾക്കാർ. മീൻ ആർക്കും കാണുന്നില്ല ഒരുമാതിരി. അങ്ങനത്തെ ഒരു സ്ഥലത്താണ് നമ്മൾ ഇട്ടത്. ചിലപ്പോൾ നാളെ നമ്മൾ ഉച്ചക്ക് ഏതെങ്കിലും കൂട്ടാണ് ഉച്ചക്കാണ് ആൾക്കാർ. വെയിലുള്ളപ്പോഴായിരിക്കും ആൾക്കാർ പുറത്തിറങ്ങാം. നമ്മൾ ഉച്ചയ്ക്ക് എക്സ്പ്ലോർ കഴിഞ്ഞ് നടക്കുക ചെയ്യുക. അപ്പോൾ ഇനിയിപ്പം എക്സ്പ്ലോറേഷൻ വൈകുന്നേരം ആക്കേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഇത് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി നമുക്ക് നാളെ കാണാം എന്താവുന്നുള്ളത്. നമ്മുടെ ഇവിടെ ആം കേസോ ഇന്നലെ നമ്മൾ എന്നിട്ട് ആജ് ബൻസ്. ഇന്ന് പെട്ടെന്ന് നിർത്തിയോന്നാ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞത് നിർത്തേണ്ടി വന്നു എന്ന് പറഞ്ഞ മാതിരി. ബാക്കി നാളെ കാണാം. ഗുഡ് നൈറ്റ്.